നാട്ടിലത്തെ ഒരു പക്ക ജന്മി ജമീന്ദാർ. അതിൻ്റെ അഹങ്കാരമുണ്ടോ? ഇല്ല. നിങ്ങളൊരു ടി വി ഷോ ചെയ്യുമ്പോഴും ഒരു ചാനൽ ചെയ്യുമ്പോഴും ആൾക്കാർക്ക് അട്രാക്ട് ചെയ്യുന്ന സാധനം ഇല്ലെങ്കിൽ അവൻ പോയില്ല. എന്ത് സ്വഭാവമാണ് നിങ്ങളത്? ഈ സ്വഭാവം ആർക്കാ വേണ്ടത്? നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. ഇത് ദുബായിലെ തൊഴിലന്വേഷകർക്ക് മോട്ടിവേഷനാണ്. ഇത് ഞാൻ തന്നെയാണല്ലോ, എനിക്കൊരു വ്യത്യാസമില്ലല്ലോ. വൈ ഷുഡ് ഐ ബി സഫറിങ്? മാനസികാവസ്ഥയെ മനസ്സിലാക്കാനും അവൻ എങ്ങനെ ഇതിനെ പ്രതികരിക്കുന്നു, എങ്ങനെ എന്നെ എടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ നല്ല കമ്മ്യൂണിക്കേറ്റർ. നിങ്ങൾ മുഖത്തോക്കി പറയുന്നവനാണെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾക്കറിയില്ല ഹൗ ടു ബിഹേവ് വിത്ത് അതേഴ്സ് എന്നുള്ളത്. മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിൻ്റെ അൺസൺസീഡ് ടോക്സ് എന്ന സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ അതിഥി മുനീറുൽ വഫ എന്നൊരു ബിസിനസ് എൻ്റർപ്രണറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. താങ്ക് യു. അൺസെൻസേർഡ് ടോക്സ് സാറ് സംസാരിക്കുന്നതിൽ സെൻസറേ ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡെയിലി ഒരു 5 വീഡിയോ ഒക്കെ ചെയ്യും തോന്നുന്നു. 2-3 ചെയ്യും. ബിസിനസ് സംരംഭത്തെക്കുറിച്ച് പറയാമോ? മുനീർ അൽ വഫ എന്നാണ് എന്നെ ആൾക്കാർ അറിയുന്നത്. ബിക്കോസ് അതെൻ്റെ ബിസിനസ്സാണ്. അൽ വഫ ഗ്രൂപ്പാണ് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ. 60-70 സ്റ്റാഫുള്ള ഒരു 4-5 കമ്പനികൾ ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നൊരു ആളാണ് ഞാൻ. കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ അവിടെ നിന്ന് വന്നത്. 2002 ഇവിടെ എത്തി. തുടങ്ങിയത് ബിസിനസ്സാണ്. അങ്ങനെ കാര്യമായിട്ട് എവിടെയും ഒരു ജോബ് ചെയ്തതായിട്ട് എനിക്ക് അങ്ങനെ ഒരു പരിചയമില്ല. പൊതുവെ പാരമ്പര്യം ബിസിനസ്സാണ്. ഉപ്പ ബിസിനസ്സുകാരനാണ്. അത് അങ്ങനെ വന്നു. ഉപ്പ എന്ത് ബിസിനസ്സുകാരനാണ്? കൊപ്ര മില്ല്, തേങ്ങ. നാട്ടിലത്തെ ഒരു പക്ക ജന്മി ജമീന്ദാർ. അതിൻ്റെ അഹങ്കാരമുണ്ടോ? ഇല്ല. അഹങ്കാരം എനിക്ക് ഉമ്മയുടെ സ്വഭാവമാണ്. ഉപ്പ നല്ല കുറച്ച് ഒരു ഇതുള്ള ആളാണ്. പക്ഷേ എൻ്റെ ഉമ്മ ഭയങ്കര സോഫ്റ്റായിരുന്നു. ഇഫ് യു ആസ്ക് മീ ദ സോഫ്റ്റസ്റ്റ് ഹ്യൂമൺ ഓൺ എർത്ത് എന്ന് വെച്ചാൽ എനിക്ക് ഉമ്മ മുഖേ വരുള്ളൂ. സോഫ്റ്റാണ്. എനിക്ക് ഉമ്മമാരെ ഒരുപാടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷേ ഷിവാസ് എല്ലാവരുടെയും ഉമ്മമാർ അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ടും. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു നേച്ചർ സ്വാഭാവികമായിട്ട് എന്നിലേക്ക് വന്നത്. അങ്ങനെയാണ്. അതായത് ഒന്നാമത്തേത് ആരെയും വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരാളെയും നമ്മൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വെറുപ്പിക്കാതിരിക്കുക. വെറുക്കുന്നവർ അസൂയക്കാർ മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ ആരും എന്നെ വെറുക്കില്ല. കാരണം ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ കംഫർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് ഉണ്ടായാൽ 5 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും നേടണം. എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടും. അത് ഉറപ്പ് വരുത്തും നമ്മൾ. പിന്നെ ഒന്നൊരു കംഫർട്ട് തോന്നണം. പിന്നെയും കാണാൻ തോന്നും, പിന്നെയും സംസാരിക്കണം എന്ന് തോന്നും. ആ ഒരു വൈബ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളൊരു ശീലം എന്ന് പറയുന്നത്. ആ വൈബിന് വേണ്ടിയിട്ടാണോ 2 മിനിറ്റ് ടോക്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജ് തന്നെ ഉണ്ടല്ലോ? ടെലിവിഷനിൽ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ എനിക്ക് ഭയങ്കര ഒരു പാഷനാണത്. പിന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ബിസിനസ്സിൻ്റെ തിരക്കുകൾ നമുക്ക് ഒരുപാടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് സംവദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ 4 ആളെ വിളിച്ചു കൂട്ടി പറയാൻ പറ്റില്ല. മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. ടി വിയിലും റേഡിയോ അല്ലാണ്ട് വേറെ മാധ്യമമില്ല. അത് കാരണമാണ് ഒരു ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ, മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഒരാളുടെ ഒരു വാക്ക് കേട്ടാൽ ചിലപ്പം ഒരാളുടെ ദിവസം നന്നാവും. അവരുടെ ലൈഫ് തിരിച്ചു കിട്ടിയ കുറേ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ പലരും വിളിച്ച് പറയും ആ പറഞ്ഞത് ഭയങ്കരമായിട്ട് എന്നെ ഇമ്പാക്റ്റ് ചെയ്തു. ടച്ചിങ് ദ ഹാർട്ട്സ് ഓഫ് ദ പീപ്പിൾ എവറി ഡേ. അതാണ് എൻ്റെ സംഭവം. ഈ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടുത്തെ കമ്പനികളും ഏജൻസികളും എക്സ്പ്ലോയിറ്റ് ചെയ്തതായിട്ടൊന്ന് മനസ്സിലാക്കി. അന്ന് മുതലാണ് ഞാൻ ജോബ് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ടോട്ടൽ ഇപ്പം 420ഓളം ആൾക്കാർക്ക് നമ്മൾ ജോബ് പ്ലേസ്മെൻറ്റ് ഡിഫറെൻറ്റ് കമ്പനീസ് കൊടുത്തു. അതൊരു സോഷ്യൽ വർക്ക് പരിപാടിയാണ്. കംപ്ലീറ്റ്ലി സോഷ്യൽ. ജോബ് പോസ്റ്റിംഗ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് ജോബുണ്ട്, നിങ്ങൾ CV അയച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അതിലെത്ര ജെന്യൂനിറ്റി ഉണ്ട്, അത് എത്രമാത്രം സീരിയസ് ആണെന്ന് ആർക്കും അറിയില്ല. എനിക്കുള്ള ഒരു ദൈവം തന്നൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 1000-ലധികം ബിസിനസ്സുകാർ, മലയാളി ബിസിനസ്സുകാർ ഇതിനൊപ്പമുണ്ട്, നമ്മൾ കൂടെയുണ്ട്. എന്നും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യും. പല രീതിയിൽ കസ്റ്റമർ അല്ലായിരിക്കാം, അവരുമായിട്ട് നിരന്തരമായിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഗിവ് ആൻഡ് ടേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അവരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ജോബ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഒരു SME സെഗ്മെൻറ്റിലുള്ള ഒരു കമ്പനി, ഒരു ട്രാവൽ ഏജൻസിയിൽ, അവിടെ ഇപ്പോൾ ആ ട്രാവൽ ഏജൻസി നന്നായിട്ട് പോകുന്നുണ്ടോ, പക്ഷെ അവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരാൾ വന്നാൽ, അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റാഫും കൂടി ഉണ്ടെങ്കിൽ ആ സ്റ്റാഫ് ഉണ്ടായാൽ അവരുടെ ബിസിനസ് കൂട്ടാം എന്നുള്ള ഒരു കൺസൾട്ടൻസി നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പോൾ അവിടെ ഒരു സ്റ്റാഫിൻ്റെ റിക്വയർമെൻറ്റ് വരും. അതുപോലെ അവിടെ അക്കൗണ്ടൻസ് വേണം. അവിടെ പലരും ഈ അക്കൗണ്ടൻസ് ഒന്നും ഉണ്ടാവില്ല പല കമ്പനിയിലും, ചെറിയ രീതിയിൽ. അപ്പോൾ അവർക്ക് ആ ജോബ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ആ ജോബ് എൻ്റെ വീഡിയോയിൽ കൂടി പ്രൊമോട്ട് ചെയ്യുകയും, ആ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കമ്പനി നമ്മൾ പ്രൊമോട്ട് ചെയ്യും. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു പ്രൊമോഷൻ കിട്ടും, ഫ്രീ പ്രൊമോഷൻ. അത് ഫ്രീ പ്രൊമോഷനാണ്, പെയ്ഡ് പ്രൊമോഷനാണ്? കംപ്ലീറ്റ് ഫ്രീ പ്രൊമോഷൻ. അപ്പോൾ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാറില്ല? ജോബ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഫ്രീ പ്രൊമോഷനാണ്. അപ്പോൾ മറ്റ് വീഡിയോസ് ഓഫ് കോഴ്സ് പെയ്ഡ് പ്രൊമോഷനാണ്. എല്ലാം
പലർക്കും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഒരു ബിസിനസ് രംഗത്ത് നിൽക്കുമ്പോൾ ഇത്രയും തൊഴിലാളികളുണ്ട്, IT ആണ് നിങ്ങളുടെ ബിസിനസ്, അപ്പോൾ ഇങ്ങനെ പെയ്ഡ് പ്രൊമോഷൻ മേടിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കില്ല തനിക്ക് എന്തിൻ്റെ സൂക്കേടാണ്? അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പെയ്ഡ് ഇപ്പോൾ നമ്മൾ ഈ ചെറിയ എമൗണ്ടിനൊന്നും ഞാൻ ചെയ്യില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് വാങ്ങിച്ചിട്ട് ചെയ്യാമെന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഫ്രീ കൊടുക്കുമ്പോൾ പലർക്കും അത് ആവശ്യമില്ല. ഒന്ന്, സോഷ്യൽ കോസിന് വേണ്ടി നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ അതിൽ ഫ്രീ ആയിട്ട് ചെയ്യാം. മറിച്ച് നിങ്ങൾക്കൊരു പ്രൊമോഷൻ നിങ്ങളുടെ ഒരു ബിസിനസ്സിന് അത് ബെനിഫിറ്റ് ആകുമെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കാതെ തന്നെ അവരിങ്ങോട്ട് എന്നോട് പ്രൈസ് ചോദിക്കും. ഇപ്പോൾ മോട്ടിവേഷണൽ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ആളുകൾ എന്നെ കണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? എനിക്ക് ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. നല്ല സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. ആ സെറ്റ് ബാക്സ് എന്നുള്ള ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. പലരും നമുക്കത് പിടിക്കില്ല, പലർക്കും അത് പിടിക്കില്ല. അപ്പോൾ നമ്മൾ കളിയാക്കും, നമ്മൾ വല്ലാണ്ട് ഇഗ്നോർ ചെയ്യും, അയറാഷ് ചെയ്യും. അതൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഞാൻ ഉമ്മടുത്ത് പറയും, ഇങ്ങനെ അതാ ഇത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം എന്ന് പറയുമ്പോൾ പറയും, എടാ നമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത്. ഉമ്മയാണ് മോട്ടിവേറ്റർ എപ്പോഴും. ഉമ്മ എപ്പോഴും പറയും നമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത്. അതായത് അൺവാണ്ടഡ് ആയിട്ട് നീ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വിട്ടേക്കുക. നീ അത് കേൾക്കാൻ നിന്നാലും നിനക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. ദ ഫോക്കസ്, ഇഫ് യു ലൂസ് ദ ഫോക്കസ് ഫ്രം ദ കോർ ഏരിയ, അത് നമ്മൾ പലരും ഫിലോസഫിക്കലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ ലൈഫിൽ ഞാനത് അനുഭവിച്ചതാണ്. ഇവിടെ വന്നിട്ടും എനിക്ക് ഒരുപാട് സെറ്റ് ബാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സെറ്റ് ബാക്കിലൊക്കെ തിരിച്ച് വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ളൊരു ആഗ്രഹമാണ്. മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. ഒരു തരത്തിലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തിനോടുള്ളൊരു ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഓരോ സമയത്തും ഇപ്പോൾ ഇവിടെ ഒരു വലിയ റെയിൻ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് റെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ 5,000-6,000 വോളണ്ടിയേഴ്സിന് നമ്മൾ മൊബിലൈസ് ചെയ്തു. ഇറ്റ് ഹസ് ബിക്കം എ ഹ്യൂജ് ഹിറ്റ്. ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടി. അതൊരു ഓവർനൈറ്റ് സെൻസേഷൻ ആയതാണ്. അതിലിപ്പോൾ വയനാടിൻ്റെ കേസിൽ ഇപ്പോൾ വന്നപ്പോൾ വയനാട്ടിൽ എന്ത് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും നോക്കിയപ്പോഴാണ് supportwayanad.com-ലൂടെ ഇപ്പോൾ 150ഓളം ആൾക്കാർക്ക് 150 വീടുകൾ ആൾക്കാർ ഒഴിഞ്ഞു കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് താമസിക്കാൻ. അപ്പോൾ എന്നും നമുക്ക് കൊതിയാണ്, സംതിങ് ടു ഡു. പിന്നെ ടെക്നോളജിയാണ് നമ്മുടെ ബേസ്. അപ്പോൾ ടെക്നോളജിയിലൂടെ ഒരു മാസിനെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം, ഒരു മാസ്സായിട്ടുള്ള ഒരു വലിയൊരു ലോകത്തെ നമ്മൾ ചെറിയ ടെക്നോളജിയിലൂടെ എങ്ങനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാം. പിന്നെ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ വീഡിയോ കാര്യങ്ങളൊക്കെ അതിൽ ആൾക്കാർക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റീച്ച് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്കുണ്ടാവും. പക്ഷേ എപ്പോഴും ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും വരാൻ പാടില്ല എന്നുള്ള നിലക്കാണ് ഞാൻ ചെയ്യുക. അതൊരു ശ്രദ്ധയാണത്. ആ ശ്രദ്ധയുണ്ട്. പിന്നെ ആ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പലരും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിലാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് തോന്നുക. എൻ്റെ ലൈഫിൽ ഞാനിത് ചെയ്തു, അങ്ങനെ എനിക്കിത് കിട്ടി, അങ്ങനെ നിങ്ങളും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, അത്രയാണ്. ഈ പരാജയപ്പെട്ടവരും മോട്ടിവേഷൻ നല്ലതല്ലേ? ആണ്. നമുക്ക് ആ വഴി പോകരുത് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാത്തിലും മോട്ടിവേഷൻ ഉണ്ട്. പരാജയപ്പെട്ടവരെ നോക്കിയാൽ കൂടുതൽ മോട്ടിവേറ്റ് ആവും, വിജയിച്ചവരെ നോക്കിയാലും മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്നുള്ളത് ഒരു കാര്യത്തിൽ ഒരാൾക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ വിചാരിക്കാത്തടത്തോളം കാലം ഒരാൾക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. പലരും നമ്മൾ വല്ലാണ്ടങ്ങ് മൂഡ് ഓഫ് ആകുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു സ്പെസിഫിക് സാധനമാണ്. നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് വിചാരിക്കും, എന്തൊക്കെയോ രാവിലെ ചെയ്യണം. ദർ ആർ n നമ്പർ ഓഫ് ലിസ്റ്റ് ഉണ്ടാവും. രാവിലെ എഴുന്നേറ്റ് മെസ്സേജ് നോക്കുമ്പോൾ അതിന് അന്ന് ചെക്ക് പോകാനുണ്ട്, മൂഡ് ഓഫ് ആവും. മറ്റ് 1-2 കാര്യങ്ങൾ വരുമ്പോൾ അതോടെ നമ്മുടെ പലിശക്കാരൻ വിളിക്കും, മൊത്തത്തിൽ അവിടെ ഡൗൺ ആവും. അവിടെയാണ് നമ്മളെ മൈൻഡ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം മൈൻഡിനകത്ത് നമ്മളെ തന്നെ കാണുകയാണ്. അവിടെ ഇതാണ് പ്രശ്നം, ഇങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്, ഇനി എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യും, മറ്റന്നാൾ എന്ത് ചെയ്യും, ഇങ്ങനെ വന്ന് അതിനെ നമ്മളൊന്ന് പിടിച്ച് നിർത്തിയിട്ട് ഒന്ന് എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കിയിട്ടൊന്ന് മുഖം കഴുകി കഴിയുമ്പോൾ കണ്ണാടിയിലൊക്കെ ഇത് ഞാൻ തന്നെയാണല്ലോ, എനിക്കൊരു വ്യത്യാസമില്ലല്ലോ, വൈ ഷുഡ് ഐ ബി സഫറിങ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഉടനെ ഒന്ന് ഇറങ്ങി നമ്മളെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് കണ്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ആവും. അവിടെ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുമ്പോൾ കറക്റ്റാണല്ലോ, ഇറ്റ് ഈസ് കമ്മിങ് ടു മീ, എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇയാളിത് പറയുന്നതെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഈ മോട്ടിവേഷൻ്റെ ലൈഫിൻ്റെ വിജയം എന്ന് പറയുന്നത്. അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് തോന്നും ഹീ ഈസ് കണക്റ്റിംഗ് വിത്ത് മീ. അതാണ് നമ്മൾ വിളിക്കും കുറച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, സാർ ഒന്ന് കാണാൻ പറ്റുമോ, ഒന്ന് മുനീർക്ക എനിക്ക് 5 മിനിറ്റ് തരണം എന്ന്. ഒരുപാട് ആൾക്കാർ അങ്ങനെ നേരിട്ട് വരാറുണ്ട്. നേരിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ. മുനീർക്കായെ മോട്ടിവേറ്റ് ചെയ്ത വ്യക്തിയാരാ? എല്ലാവരും കാണുമ്പോഴും എല്ലാവരുടെ കഥകൾ കേൾക്കുമ്പോഴും നമ്മൾ സ്വയം തന്നെ നമ്മൾ മോട്ടിവേറ്റ് ആവും. നല്ല കേൾവിക്കാരനാണോ? നല്ല ലിസണറാണ്. നല്ല ലിസണർ, വെരി ഗുഡ് ലിസണർ. ഞാൻ എല്ലാവരും ലിസൺ ചെയ്യും. എൻ്റെ മോനുണ്ട്, ഇളയ മോൻ 12 വയസ്സുള്ള സല്ലു ആണ് എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്. അവനെ ഈ ഇൻസ്റ്റഗ്രാം അങ്ങനെ എൻ്റെ വീഡിയോ ഒന്നും കാണില്ല, പക്ഷെ അവൻ കാര്യങ്ങൾ പറയും. ഞാനൊരു ദിവസം എൻ്റെ 100K ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, 100K എത്തിയെന്ന്. അവൻ ചിരിച്ചോണ്ട് ഇറ്റ് ഇസ് നത്തിങ്,
അതിനെന്താ കാര്യമുള്ള? അതിലൊരു കാര്യമില്ല. 100K ഒന്നല്ല. പല ഇത് വെച്ചിട്ട് ഒന്നുമല്ല. എത്രയോ ആൾക്കാർ മില്യൺസ് ഉണ്ട്. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് 100K എന്ന് പറഞ്ഞു. പുച്ഛിച്ചോളൂ. ഞാൻ ചോദിച്ചു കുറച്ച് കഴിഞ്ഞ് ഞാൻ ചോദിച്ചത് എന്താ ഉപ്പ എവറിബഡി ഈസ് പ്രൈസിങ് യു. 100K വന്നു, ആനാണ് ചേനാണെന്ന്. ഞാനും പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പയുടെ ഈഗോ കൂടും. അത് ഐ വോണ്ട് കിൽ യുവർ ഈഗോ, ദാറ്റ്സ് ഓൾ, സിമ്പിൾ. വളരെ വളരെ സ്പെസിഫിക് ആണ് അവൻ്റെ ആൻസേഴ്സ്. ഇപ്പോഴത്തെ കുട്ടികൾ അത്രയും വിവരമുള്ളവർ, ഭയങ്കര ബിക്കോസ് ഇൻഫർമേഷൻ ഈസ് ഓൺ ദ ഫിംഗർ ടിപ്സ്. പിന്നെ അത് അവർക്ക് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യാനുള്ളൊരു ഇത് കൊടുക്കും. തിങ്കിങ് പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റാണ്. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ വട്ട് കളിച്ച് മറ്റേ മച്ചിങ്ങയൊക്കെ, ഇപ്പോഴത്തെ പിള്ളേർക്ക് അതില്ല. അവർ കുറച്ചും കൂടെ സോഫ്റ്റ്വെയറിന് അഡിക്റ്റഡാണ്, മൊബൈലിന് അഡിക്റ്റഡാണ്. അഡിക്റ്റഡ് എന്നും പറയാൻ പറ്റില്ല, നമ്മൾ കൊണ്ട് ക്രിക്കറ്റ് കളിക്ക് അഡിക്റ്റഡ് ആയിരിക്കും. ഈ തലമുറയെ എത്തരത്തിലാണ് നോക്കി കാണുന്നത്? ഇപ്പം മകൻ പറഞ്ഞു 11 വയസ്സായ മകൻ 100K ഒന്നുമല്ല എന്ന് പറഞ്ഞു. എത്തരത്തിലാണ് നോക്കി? എനിക്ക് 4 ആൺപിള്ളേരാണ്. എല്ലാവർക്കും അവരുടേതായ ന്യൂനതകളുണ്ട്, എല്ലാവർക്കും വീക്ക് പോയിൻറ്റ്സ് ഉണ്ട്. ഓരോരാളും വീക്കാണ്, അവർക്ക് അതിൻ്റെതായ സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത്തിനെ നമ്മൾ കണ്ടെത്തിയിട്ട് അതിലേക്ക് കൊടുത്താൽ മാത്രമേ അവർ രക്ഷപ്പെടുള്ളൂ. കുട്ടികൾ ഒരിക്കലും മോശക്കാരല്ല, അവർ അഡിക്റ്റും അല്ല. നമ്മളൊക്കെ കളിച്ചതിൻ്റെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ കോളേജിലും സ്കൂളിലും പറയുന്ന കളിച്ചതിൻ്റെ 10% ഇന്നത്തെ നിങ്ങൾ മക്കൾ കളിക്കുന്നുണ്ടോ? ഇല്ല. എന്തൊക്കെ പോക്കത്തരങ്ങൾ നിങ്ങൾ കളിച്ചിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടിലും വീട്ടിലും അപ്പോഴെടുത്തും. എങ്ങനെയൊക്കെ നമ്മൾ അവരെ കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടോ, എല്ലായിടത്തും നമ്മൾ ചാടി മാറിയിരുന്നില്ലേ? അതിൻ്റെ 10% ഇപ്പോഴത്തെ കുട്ടികൾ കളിക്കുന്നുണ്ടോ? ഇല്ല. അവിടെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ചാലഞ്ച് എവിടെയെന്ന് പറഞ്ഞാൽ റീച്ച് കൂടുതലാണ്. അന്ന് നമ്മൾ എങ്ങനെ കളിച്ചാലും 8 വട്ടത്തിൽ നമ്മൾ കളിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മളെ റീച്ചോ കണക്ഷനോ കോൺടാക്റ്റോ പോകുന്നില്ല. ഇന്ന് ഇവിടെ ഉള്ളൊരു കുട്ടിക്ക് ആരുമായിട്ട്, ഒരു ആഫ്രിക്കനായിട്ട് പോലും, ഒരു അമേരിക്കനായിട്ട് പോലും, ഒരു ഏത് മാഫിയ ആയിട്ടും അവന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൻ ഓപ്പൺ ആണെന്നുള്ളതാണ്. ടെക്നോളജി വളർന്നു. ആ ഒരു ചാലഞ്ച് നേരിടുന്നുണ്ട്. അതിന് നമ്മൾ അവരെ ശാസിച്ചിട്ടോ അടിച്ചിട്ടോ മോണിറ്റർ ചെയ്തിട്ട് പോലും കാര്യമില്ല. ബി ഫ്രണ്ട്ലി വിത്ത് ദം. അവർക്ക് എന്താണ് കഴിവുള്ളത്? മുമ്പൊക്കെ പഠിച്ച MBBS എഞ്ചിനീയറിംഗ് ആയാലാണ് നമുക്ക് ജോലി കിട്ടുള്ളൂ, ജോലിക്കാതെ ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ഇന്ന് അതൊന്നുമില്ല. എനിത്തിങ് യു ഡു, യു ബി സക്സസ്ഫുൾ ഇൻ വാട്ട് യു ഡു. നമ്മൾ ചെയ്യുന്നതിലൊരു ഫോക്കസായിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതിനപ്പുറത്തേക്കൊന്നും ഒരു ലൈഫില്ല. ജനങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഒരു ഉണ്ടാക്കുന്ന ബിംബങ്ങളൊക്കെ ഒട്ടഞ്ഞ ഒരു സംഭവമായിരുന്നു കൊറോണ. കൊറോണയ്ക്ക് ശേഷം ഇത് വന്നപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ അതൊക്കെ മാറേണ്ട ഒരു സമയം കഴിഞ്ഞു. ടെക്നോളജിയിൽ ഇപ്പോഴത്തെ തലമുറയിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇതൊക്കെ മാറി. കുട്ടികളുടെ മനസ്സിലൊന്നും ഈ ജാതി മതം ഇതൊന്നുമില്ല. അവരിതിനെക്കുറിച്ച് ബോധറേ അല്ല. അവർക്ക് ടെക്നോളജി വേണം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റാണ് അവർക്ക്. അതല്ലാണ്ട് വേറെ എന്തിലേക്ക് പിന്നെ അവരെ തിരിഞ്ഞു പോകുന്നതിൻ്റെ എനിക്ക് തോന്നിയ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫിനോമിന എന്ന് പറഞ്ഞാൽ ഡ്രഗ്സാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അതിൽ നിന്ന് എങ്ങനെയാണ് ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ആകെപ്പാട് ആലോചിക്കുന്നത്. അതിനൊരു ഒരു നിയന്ത്രണം നമ്മൾ വരുത്തിയാൽ കുട്ടികൾ വേറെ എവിടെയും പോകില്ല. എവറിത്തിങ് ഹാപ്പൻസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ്. ജീവിതം പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താ? 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു. ഒന്ന്, എനിക്കൊരു വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായ സമയത്ത് ഞാൻ 3-4 മാസം ബെഡ് റിഡണായി, വീട്ടിൽ കിടക്കേണ്ടി വന്നു. എന്ത് പറ്റി? എനിക്കൊരു സർജറി ഉണ്ട്. അന്ന് ഞാൻ പഠിച്ച വലിയൊരു പാഠം, ഈ ലോകം നമ്മളെ ചുമലിലല്ല. അന്ന് വരെ 24 മണിക്കൂറും വർക്ക് കഴിഞ്ഞു. കമ്പനിയിൽ 24 മണിക്കൂറും ഞാൻ വേണം, ഓരോ ആളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കണം. ഇത് 4 മാസം വന്നപ്പോഴും ഞാൻ തിരിച്ചു വന്നപ്പോഴും ഒന്നും സംഭവിച്ചില്ല. എൻ്റെ കമ്പനി ഓടുന്നുണ്ട്, എല്ലാം നന്നായിട്ട് പോയി. അതിനർത്ഥം ഞാനില്ലെങ്കിലും സൂര്യൻ നിൽക്കും, മഴ പെയ്യും, ചന്ദ്രൻ ആ നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാവും, ഞാൻ പോകുന്നേ ഉള്ളൂ. ആ തിരിച്ചറിവ് എനിക്ക് വല്ലാണ്ട്, നമ്മൾ ടൈം നമ്മൾ കളയരുത്. നമ്മളെ ഫാമിലിക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, ഫ്രണ്ട്സിന് വേണ്ടി നമ്മുടെ ഒരു ഓൺ ടൈമുണ്ട്. മനുഷ്യന് 4 തരത്തിലുള്ള ഫേസിൽ ടൈം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ലൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിന് സമയം കണ്ടെത്താതെ ഓടിച്ചാടി 24 മണിക്കൂറും പണിയെടുത്ത് മറ്റുള്ളവർക്കും എല്ലാത്തിനും വേണ്ടി സാമൂഹ്യ പ്രവർത്തനം ഒരിക്കലും നമ്മൾ മറന്നുകൊണ്ടാവരുത്. നമ്മുടെ കുടുംബത്തെ മറക്കരുത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കരുത്, നമ്മുടെ കമ്പനി നമ്മൾ മറക്കരുത്. ബിസിനസ് ചെയ്യാണ്ടിരുന്നിട്ട് ഒരു കാര്യം, ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം നിന്നാൽ അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ പെടും. അതെ, നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം വിളിക്കേണ്ടി വരും. ജോലിക്കൊന്ന് കൃത്യമായിട്ട് പോകണം. നമ്മൾ സാമൂഹ്യ പ്രവർത്തനം നല്ല ജോലി ചെയ്യാൻ ആളുണ്ടാവില്ല. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്നവരല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത്. ആ സമയത്ത് ഞാൻ കിടന്നപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ തേടി വന്നു. നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു വെരി ക്ലോസ് ടു ദ ഹാർട്ടാണ്. എന്ത് കാര്യത്തിനുണ്ടെങ്കിലും ഞാൻ അവരെ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസമായിരിക്കും. പലരെയും നമ്മൾ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളൊന്നും അന്ന് നമ്മളെ കൂടെ തിരിഞ്ഞു നോക്കാം. അവൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതിനെ കൊണ്ടൊന്നും കാര്യമില്ല, തീർന്നു. ആ തിരിച്ചറിവ് വലിയ പാടാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നവരെക്കാളും നമ്മൾ പരിഗണിക്കേണ്ടത്.
ആ പരിഗണന കൊടുത്താൽ മാത്രമേ നമുക്ക് എന്നും അവരുണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന പലരും ആയിരിക്കും ഒരു പക്ഷേ നാളെ നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഓടി വരുന്നത്. മറ്റാരും മൈൻഡ് ചെയ്യില്ല. അവർക്കൊരു പർപ്പസ് ഉണ്ട്. യു ഹാവ് എ പർപ്പസ് ഓൺ മീ, ഐ ഹാവ് എ പർപ്പസ് ഓൺ യു. ആ പർപ്പസ് കഴിഞ്ഞാൽ ഞാനും നിങ്ങളും മാറും. ആ പർപ്പസ് ഇല്ലാത്ത വളരെ ജെന്യൂനായിട്ട് അൺകണ്ടീഷണലായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. അടിപൊളി മെസ്സേജാണ് പറഞ്ഞത്. അത് വളരെ കൃത്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒരു സംഭവമാണ്. എംപ്ലോയീസ് എല്ലാം നിങ്ങൾ മോട്ടിവേറ്റഡ് ആണ്. അവർ മോട്ടിവേറ്റഡ് ആണെന്ന് വെച്ചാൽ അവരുടെ ശരീരഭാഷ, നമ്മൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരഭാഷ കാണുമ്പോൾ മനസ്സിലാവും. ദേ ആർ ഓൾ ഹാപ്പി. അവരൊന്ന് പറയൂ, ഇന്നലെ സാറിൻ്റെ വീഡിയോ കണ്ടായിരുന്നു. എല്ലാവരും പറയുന്ന പറഞ്ഞാൽ അവരൊക്കെ നന്നായിട്ട് ട്രോളിങ് ചെയ്യും. they are close to me, very close to my heart. അതാണുള്ള മക്കളെ രണ്ടും അവരുടെ കൂടെ ഞാൻ യങ്സ്റ്റേഴ്സ് ആയിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവരും ഇതേപോലെ സൗഹൃദ മനോഭാവമുള്ള കുട്ടികൾ. വെരി ഡൗൺ ടു എർത്ത്. ഒരുപാട് യാത്ര ചെയ്തിട്ടില്ലേ? ഇഷ്ടപ്പെട്ട സ്ഥലം? അസർബൈജാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. അസർബൈജാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയപ്പോൾ ഒക്കെ നമ്മൾ അതുപോലെ ടർക്കി, ഇപ്പോഴത്തെ അല്ല, കുറച്ച് എനിക്ക് ടർക്കിയിലൊരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ UK. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിങ്ങനെ അതൊക്കെ ഒരു രസമാണ്. വായിക്കും അത്യാവശ്യം ഇഷ്ടംപോലെ ബുക്സ്. നമുക്ക് പ്രസംഗിക്കാൻ പോകുന്നുണ്ട് പലപ്പോഴും. പലതും കിട്ടുന്നത് ഈ ഒരു ത്രെഡ് കിട്ടുക, അതിനകത്ത് അവിടെ പിടിച്ചിട്ടാണ് ഇപ്പം നമ്മളിങ്ങനെ കണക്റ്റഡായിട്ട് ഡോട്ട് കണക്ട് ചെയ്യുക. അതെല്ലാവരുടെതും വായിക്കും. ഒരുപാട് തൊഴിലന്വേഷിച്ച് ഇപ്പോഴും ചെറുപ്പക്കാർ ദുബായിക്ക് കയറുന്നുണ്ട്. ഇനിയും അവർക്ക് തൊഴിലവസരങ്ങൾ ഈ രാജ്യത്തുണ്ടോ? ഇഷ്ടംപോലെ. UAE-യിൽ ഇഷ്ടംപോലെ. 1000 ജോബ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 420 ആൾ ഇപ്പോൾ പ്ലേസ് ചെയ്തെന്ന് പറഞ്ഞു. ഇനിയും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളുണ്ട്, ആയിരക്കണക്കിന്. അതെന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല പറഞ്ഞാൽ ഇവിടുത്തെ എൻ്റർപ്രണേഴ്സിനെ പലപ്പോഴും ഈ SME, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രണേഴ്സാണ് മലയാളികൾ എന്നല്ല ഏത് രാജ്യത്തിൻ്റെയും എക്കണോമിക് നട്ടെല്ല് എന്ന് പറയുന്നത് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരാണ്. ആ കച്ചവടക്കാരെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യണം. അവരുടെ ഇപ്പോഴത്തെ നിലയിൽ നിന്ന് മലയാളികൾക്കുള്ള ഒരു കുറച്ച് ആൾക്കാർ നല്ല സക്സസ്സാണ്. മറ്റുള്ളവർ ബിസിനസ് കൊണ്ടും അങ്ങനെ വന്നുകൊണ്ട് സക്സസ് ആയ ആൾക്കാരാണ്. അല്ലാണ്ട് അവർ ടെക്നോളജി ഉപയോഗിച്ചിട്ടോ അവരൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ ആയ ആൾക്കാരല്ല. ആ തലമുറയിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് വന്നു. പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ പല ഗ്രോസറിക്കാരും റെസ്റ്റോറൻറ്റുകാരും മക്കളൊന്നും വരുന്നില്ലടോ, ഈ ഇടത്തേക്കൊന്നും വരുന്നില്ല. എങ്ങനെ വരും? അവരുടെ കാഴ്ചപ്പാടിലുള്ള ഒരു ബിസിനസ്സല്ല നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പുതിയ ടെക്നോളജീനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അവർ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ആ ഹൈഫ്രൈയിൽ ആപ്ലിക്കേഷനും മൊബൈൽ ആപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും. നമ്മൾ സാധാരണ ഏറ്റവും ലോ ലെവലിലായിരിക്കും. പൈസ ഉണ്ടാകുന്ന മാത്രമല്ല, അവരുടെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് നമ്മൾ മാറാൻ നമ്മൾ ശ്രമം നടക്കണം. അവൻ വരണമെങ്കിൽ അവൻ അട്രാക്റ്റ് ചെയ്യണം. അവൻ അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ എടുത്തുണ്ടാവണം, അല്ലെങ്കിൽ അവൻ വരുമോ? നിങ്ങളൊരു TV ഷോ ചെയ്യുമ്പോഴും ഒരു ചാനൽ ചെയ്യുമ്പോഴും ആൾക്കാർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന സാധനം ഇല്ലെങ്കിൽ അവൻ പോരില്ല. ഇതേപോലെ തന്നെയാണ് മക്കളും. അവർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കണം. പുതിയ ടെക്നോളജി കാര്യങ്ങൾ. ഇവിടെയാണ് ഞങ്ങളുടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് SME സെഗ്മെൻറ്റ്. 1000-ലധികം SMEയിലൊരു malayalibussiness.com എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടൽ നമ്മൾ റൺ ചെയ്യും. അതിനകത്ത് എല്ലാ മാസത്തിലും നമ്മൾ പുതിയ ഈവൻറ്റ്സ് കൊണ്ടുവരും. കോർപ്പറേറ്റ് ടാക്സ് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഈവൻറ്റ്, അവിടെ കുറേ ആൾക്കാരെ, പിന്നെ ടെക്നോളജിയിലുള്ള AI-ൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ച്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ട്രംപ് എന്ന് പറയുന്നത്. ആൾക്കാരുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഒരുപാട് ആൾക്കാർക്ക് എൻഡ് ഓഫ് ദ ഡേ ദേ ഷുഡ് ഫീൽ ദാറ്റ് അയാളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയ അതാണ് എൻ്റെ സക്സസ്. തീർച്ചയായും അവിടെയാണ് സക്സസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. മണി വിൽ ബ്രിങ് ലോട്ട് ഓഫ് തിങ്സ്. മണി വിൽ ബ്രിങ് ഓൾസോ നമുക്ക് സക്സസ് മണി കൊണ്ടുവരും. അതിന് മാറ്റി നിർത്താൻ പറ്റില്ല. കാശില്ലെങ്കിൽ ഒന്നും നടക്കില്ല. എൻഡ് ഓഫ് ദ ഡേ മണി മേക്സ് ഹ്യൂജ്. നമ്മൾ പറയുന്ന ഫിലോസഫിക്ക് അവിടെ മാറ്റി നിർത്തിക്കോട്ടെ. ഇത്ര കാലം നിൽക്കും. നിങ്ങളൊരു ഗേൾ ഫ്രണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെൺകുട്ടി, നിങ്ങൾ 2 മാസം പൈസയില്ല, അവൾക്ക് ചിലവിന് കൊടുക്കാനില്ല, അവളൊന്ന് പറയുന്ന ഒന്ന് സാധനം വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവൾ ആലോചിക്കും. അവർ നിങ്ങളെ വിട്ടിട്ട് പോകുന്നതല്ല, അവരാലോചിക്കും വാട്ട് ഈസ് മൈ ലൈഫ്, വാട്ട് ഈസ് മൈ ഫ്യൂച്ചർ. ഉറപ്പായിട്ടും അവിടെ എന്താണ് വാല്യൂ? കാശാണ്. മണി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമല്ലേ. ബിസിനസ്സുകാരന് ബിസിനസ് ചെയ്യണം, അവന് ചെക്ക് മുടങ്ങാതിരിക്കണം. നമ്മൾ വിചാരിച്ച കാശ് വരുന്നുണ്ടാവില്ല, പ്രോബ്ലം ആയില്ലേ? ആ പ്രോബ്ലത്തിൽ നിന്നൊക്കെ നമ്മൾ മാറുന്നതിനാണ് നമ്മൾ മാറി മാറി ചിന്തിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നമ്മൾ ഇറങ്ങണം. ജോബിന് വരുന്ന ആൾക്കാർ എന്ത് ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ആൾക്കാരെ ഇങ്ങനെ ആ വിഷയത്തിൽ മോട്ടിവേറ്റ് ചെയ്യും. കാരണം അവർക്ക് നല്ല മോട്ടിവേഷൻ വേണം. പലരും നല്ല ടാലൻറ്റഡാണ്, ഹെവി ടാലൻറ്റഡാണ്.
പക്ഷേ അവരെല്ലായിടത്തും പോകുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒരാൾ ജോലി കൊടുത്താലല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതെ അതെ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക. ഒരു ബാച്ചിലർ റൂമിൽ 5 ആളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും, എവിടെയാണെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കുന്നത് 11 മണിക്കായിരിക്കും. അതെ. ഇന്ന് ജോബിയൊന്നുമില്ലല്ലോ. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് പോയി ഒരു 11 എഴുന്നേറ്റ് ഒരു 12 മണിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് മെല്ലെ അതിന് CV ഒക്കെ അയച്ച് വൈകുന്നേരമായി. അതോടെ നിങ്ങൾ ദിവസം തീർന്നു. നിങ്ങളൊരു അക്കൗണ്ടൻറ്റിൻ്റെ ജോബിനാണ് വരുന്നെങ്കിൽ ഇവിടുത്തെ കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് നിങ്ങൾക്ക് വിവരമുണ്ടാവില്ല. ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ വാറ്റിൻ്റെ എത്ര പെർസെൻറ്റേജാണ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടിയില്ല. ഒരു ഡാറ്റ എൻട്രി നടത്തുമ്പോൾ ആ ഡാറ്റ എൻട്രിയും ബാക്ക് എൻഡിൽ ലെഡ്ജറുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ല. ഒരു P&L എടുക്കണം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പഠിച്ച് അക്കൗണ്ടൻ്റാണ്, ACC ആണ്, അത് കഴിഞ്ഞ് നേരെ വന്നു. ഒരു പ്രാക്ടിക്കൽ നോളേജ് നിങ്ങളുടെ തലയിലില്ല, നിങ്ങളുടെ കയ്യിലില്ല. അങ്ങനത്തെ ആൾക്ക് എങ്ങനെ ജോബ് കിട്ടും? പക്ഷേ ഇതൊക്കെ എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റും. നിങ്ങളൊന്നും മെനക്കെട്ട പഠിക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്. ഏത് കാര്യം ലോകത്തുള്ള കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കിട്ടും. അത് പഠിക്കുക. കുറച്ച് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് 8:30 മണിക്ക് നിങ്ങൾ കമ്പ്യൂട്ടർ മുന്നിൽ ഇരിക്കണം. നിങ്ങൾ വിചാരിക്കണം ഇതെൻ്റെ ജോബ്, എനിക്ക് ജോബ് കിട്ടി, ഐ ആം എംപ്ലോയിഡ്. ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നിങ്ങൾ ജയിച്ചു. എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ മാനിഫെസ്റ്റേഷൻ. ഇത് ദിവസം നിങ്ങൾ റൂട്ടീൻ ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഐഡിയാസ് വരും, ഒരുപാട് കാഴ്ചകൾ വരും, ഒരുപാട് ലൈറ്റ് വരും. ആ ലൈറ്റിലേക്ക് നിങ്ങളെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പോൾ ഉണ്ടല്ലോ ഉറപ്പായിട്ടും ജോബ് കിട്ടും. ഇത് ദുബായിലെ തൊഴിലന്വേഷകർക്ക് മോട്ടിവേഷനാണ്. ഈ ടെക്നോളജി തന്നെ ഉപയോഗിച്ച് സപ്പോർട്ട് വയനാടിൻ്റെ ഒരു കൈത്താങ്ങ്, അത് വെബ്സൈറ്റാണ് ഉണ്ടാക്കിയത്. വെബ്സൈറ്റ് അതിൽ 24 മണിക്കൂർ കൊണ്ട് 300 മനുഷ്യർ വീട് ഒഴിഞ്ഞു കൊടുക്കാമെന്നാണ്, പുതിയ വീട് വെച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം പറയാം. നമ്മൾക്കിപ്പോൾ വയനാട്ടിൽ 9,000-ലധികം ആൾക്കാർ അവിടുത്തെ ക്യാമ്പിലുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പിൽ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കണം. ഒരു മുസ്ലിം ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളെങ്കിൽ രാവിലത്തെ ഒരു പൂജ നടത്തണം. ആദ്യം അവർ ബാത്റൂമിൽ പോയി കൈമുഖമൊക്കെ കഴുകി വന്നിട്ട് അവർ ഇരുന്നിട്ടാണ് അത് ചെയ്യുക. ഈ ക്യാമ്പിലിരിക്കുന്ന ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റില്ല. ഒരു ആർത്തവുള്ളൊരു സ്ത്രീ ഒരു പാഡ് മാറ്റണം, പ്രൈവറ്റായിട്ട് മാറ്റാൻ പറ്റും. ഒരു കുട്ടിക്കൊന്ന് മുലമെടുക്കാൻ പറ്റും. എന്താ ചെയ്യാൻ പറ്റുക ക്യാമ്പിൽ എഴുന്നിട്ട്? ഒരു കുടുംബം ഒരു കട്ടിലേക്ക് ചുരുങ്ങി എന്നാണ് ഇന്ന് ഞാൻ മിനിസ്റ്റർ വിളിച്ചപ്പോൾ അവിടുത്തെ കണ്ണനോട് പറഞ്ഞത്. മുനീർ, ഒരു കട്ടിലേക്കാണ് ഒരു കുടുംബം ചുരുങ്ങിയത്. ഈ വീടെടുത്ത് കൊടുക്കുക, ടൗൺഷിപ്പ് എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ നടക്കില്ലല്ലോ. ഇതിൻ്റെ തെളിവെടുപ്പ്, നടപ്പിലാക്കൽ, കാര്യങ്ങൾ എല്ലാം നൂലാമാലം കഴിഞ്ഞ് ഒരു 6 മാസം, ഒരു കൊല്ലം. ഈ 6 മാസം ഇവർ ഈ ക്യാമ്പിൽ, മുമ്പ് വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ വെള്ളം ഇറങ്ങിയാൽ വീട്ടിൽ പോകാം, വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇന്ന് എവിടെ പോയി വരും? പോകാൻ വീടില്ല, തൊഴിലില്ല, ഒന്നുമില്ല. എല്ലാ സമ്പാദ്യവും, ID കാർഡില്ല, ഒന്നുമില്ല. ഒരുപാട് മെസ്സേജസ് വരുന്നത്, മോനെ ID കാർഡ് പോയിട്ട്, എനിക്ക് റേഷൻ കാർഡ് പോയിട്ട് ഒന്നുമില്ല, എന്തെങ്കിലും എന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും. ആ ചോദ്യം കേട്ടാൽ അങ്ങനെയാണ് തോന്നിയത്. എന്താണ് ഇപ്പോൾ ഇവർക്ക് ചെയ്യാം? അപ്പോൾ എല്ലാവരും വാടക വീട് അന്വേഷിക്കുന്നു. അത് ചെയ്യുന്ന എത്ര വാടക വീടാണ് അവിടെ കിട്ടുക? നമ്മുടെ നാട്ടിലൊരു നമ്മൾ അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഏരിയ അല്ല. ഇപ്പോൾ ദുബൈയിലെ പോലെ ഒരുപാട് ഹോട്ടലുകളോ ഒരുപാട് അങ്ങനെയൊന്നും സിറ്റുവേഷൻ ഇല്ലാത്തൊരു സ്ഥലമാണത്. അപ്പോഴാണ് തോന്നിയത്, നമ്മുടെ വീടുകൾ തന്നെ എത്രയോ കെട്ടിക്കിടക്കുന്നുണ്ട്. മണിമാളികകൾ കെട്ടിക്കിടക്കുന്നുണ്ട്, കുഞ്ഞു വീടുകളുണ്ട്, ക്വാർട്ടേഴ്സുകളുണ്ട്, ലോഡ്ജുകൾ. ഇവിടുത്തെ പ്രവാസികളുടെ മുഴുവൻ വീടുകളും കാസർഗോഡ് മുതൽ കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാട് വരെ നോക്കിയാൽ ആയിരക്കണക്കിനുണ്ട്. എന്തുകൊണ്ട് ഇത് നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൂടാന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഈ സപ്പോർട്ട് വയനാടിലൂടെ അങ്ങനെ ഒന്ന് ക്രോഡീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. അതിന് അഭൂതപൂർവമായ ഇപ്പോൾ ഇതാണ് സംസാരിക്കുന്നവരെ ഏതാണ്ട് 155ഓളം വീടുകൾ ഏതാണ്ട് 797 ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ഇപ്പോൾ വരെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ നിലവിലുള്ള വീടുകൾ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കുന്നു. ഇവർക്ക് വീട് ഉണ്ടാകുന്നത് 1 മാസം, 2 മാസം, 6 മാസം വരെ. അപ്പോൾ അവരുടെ ജീവിത ചെലവോ അത് ഒന്ന് ഗവൺമെൻറ് ഇട്ടുകൊടുക്കും, അടുത്ത തദ്ദേശ സ്വയംഭരണ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചെറുവത്തൂർ ഫോർ എക്സാമ്പിൾ, അവിടെ നമ്മുടെ ഒരു വീടുണ്ടെങ്കിൽ അവിടത്തേക്ക് ഒരു കുടുംബമേ വരുള്ളൂ. കാരണം അത്രയും ഡിഫറെൻ്റ് ഏരിയയിലാണിത്, ഒരു ഏരിയയിലല്ല എല്ലാവരും വരുന്നത്. അപ്പോൾ അവിടെ ഒരു അതിഥിയായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ചുറ്റുപാട് ഈ വയനാട് എന്ന് പറഞ്ഞപ്പോൾ ഒരു വികാരമായി മാറി. ആ വയനാട് എന്ന് വരുന്നൊരു കുടുംബത്തെ നോക്കാൻ ക്യൂ നിൽക്കൂല ആൾക്കാരവിടെ. അതെ, അത്രേ ഉള്ളൂ. ആ സൈക്കോളജി, അതിനൊരു പ്ലാറ്റ്ഫോം വേണം. ഒരാൾ എനിക്ക് എൻ്റെ വീട് കൊടുക്കാം, ഞാൻ റെഡിയാണ്. ഇന്നലെ അവിടുന്ന് വിളിച്ചിട്ട്, കാഞ്ഞങ്ങാടുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട്, സൗദിയിലാണ്, ഒരു അശോക്, അയാൾ വിളിച്ച, മുനീർ എൻ്റെ അടുത്ത് 12 സെൻറ്റ് സ്ഥലമുണ്ട്, 3 വീട് ഞാൻ വെച്ചു കൊടുക്കാം. എൻ്റെ വീട് അവിടെ ആരുമില്ല,
വൈഫും ഇല്ല, ആരും കുട്ടികളില്ല, വീടും ഇവിടെ ഒഴിവുണ്ട്, ആരെങ്കിലും നീ അവിടെ താമസിപ്പിച്ച് എന്താണ് ചെയ്തു? 3 ആൾക്ക് ഞാൻ വീടും വെച്ചു കൊടുക്കും. ഒരു സ്ത്രീ പാലക്കാട് നിന്ന് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വലിയ വീടാണ്, ഒരു 8 മുറിയുണ്ട് താഴെയും മേലെയായിട്ട്, എത്ര ഫാമിലിയാണെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന് താമസിപ്പിച്ചോളൂ, ഞാൻ അവിടെ ഇല്ല, എൻ്റെ ചാവിയൊക്കെ അവിടെ ഉണ്ട്, ഇന്നാളെ ബന്ധപ്പെട്ടാൽ മതി. മനുഷ്യത്താണ്. മിനിസ്റ്റർ എന്ന് പറഞ്ഞത് നമ്മൾ മിനിസ്റ്ററുമായിട്ടും അതുപോലെ ജില്ലാ കളക്ടറുമായിട്ടാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അവർ പറഞ്ഞത് ഇത്രയും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ആവശ്യമാണ് ഇപ്പം നമുക്ക് വേണ്ടത്, ഈ ഒരു സന്ദർഭത്തിൽ ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം. അതിനുള്ള നമ്മൾ ഓഫർ ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ വണ്ടികൾ ഇപ്പോൾ ഇഷ്ടം പോലെ. ഒരാൾ BMW ഒരാൾ പറഞ്ഞു, കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ 24 hours എൻ്റെ ഡ്രൈവറെ കൊണ്ട് ഞാൻ പഠിപ്പിക്കും, നിങ്ങൾ എടുത്തോളൂ, ഹെൽപ്പ് ദം. കാരണം അത് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കണ്ടവരും നേരിട്ട് കാണുന്നവരും പറയുന്നത്, എങ്ങനെയെങ്കിലും അവരെ എവിടേക്കെങ്കിലും ഒന്ന് താമസിപ്പിച്ചാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസമാധാനത്തോടെ. ഒരു മുനീർ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് 2 പെമ്പിള്ളേരാണ്, ഒന്നിന് കെട്ടിച്ചു വിട്ടു, 21 വയസ്സുണ്ട് മറ്റവൾക്ക്, അവളെയും ഞാനും ഭാര്യയും കൂടി വിളിക്കുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടിട്ട് എന്ത് ആ കുട്ടീനെയും അവരെയും കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അയാൾ പറയുന്നത്, എനിക്കൊന്നുമില്ല എൻ്റെ കയ്യിലൊന്നും, ഞാൻ എങ്ങോട്ട് പോകും, എന്തെങ്കിലും ഒരു വഴി. എല്ലാവരും സ്തബ്ധരാണ്, നിസ്സംഗരാണ്. ഒരു വികാരങ്ങൾ അങ്ങ് മരിച്ചും പോയ ആൾക്കാർ. അവർ പറയുന്നത്, അവർക്ക് എന്താ പറയുന്നത് അവർക്ക് അറിയുന്നില്ല. നമ്മൾ ഒരു സുപ്രഭാതത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇതൊരു ലോങ്ങർ പീരീഡാണ്, നാളെ വരും എന്നൊക്കെ പറഞ്ഞ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ഒറ്റയടിക്ക് എല്ലാ പ്ലാനുകളും എല്ലാ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും തകരുക എന്ന് പറയുന്നത് നമുക്കൊക്കെ വിചാരിക്കാൻ. നമുക്ക് ചെറിയൊരു കാര്യത്തിൽ ഒരു വിസ ഒരു ദിവസം അടിക്കാൻ ലേറ്റായി പോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ടെൻഷൻ. ഒരു ID കാർഡ് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ATM കാർഡ് ഒരു ദിവസം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ഫോൺ ഒരു മണിക്കൂർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിൽ ആ നാട്ടിലെ മനുഷ്യന്മാരുടെ പ്രത്യേക ട്രോമയിലായിരിക്കില്ലേ ഇപ്പോൾ? അവരത് പറഞ്ഞ നിസ്സംഗരാണ്. അവർ കരയുന്നില്ല, പലരും കരയുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് പറയുന്നത് എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല. ചെവി വെക്കുന്നില്ല ചില ആൾക്കാർക്ക്, പറയാൻ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്നുമല്ല, വളരെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സർവീസ് നമ്മൾ കൊടുത്തപ്പോൾ 150 ഇത്രയും ആൾക്കാർ വന്ന് വീട് ഓഫർ ചെയ്യുകയാണ്. ഒരു 1000 ആൾക്കാരെ വീട് നമ്മൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ 90,000 ആൾക്കാരെ നമ്മൾ മാറ്റി താമസിപ്പിക്കണം. ഇതാണ് ലക്ഷ്യം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ ഫുജേറ ഭാഗത്തേക്ക് യാത്ര ചെയ്ത് പോകുമ്പം ഈ സ്ലോ പ്രൊട്ടക്ഷൻ എന്നൊരു പരിപാടി GCC കൺട്രീസിൽ കണ്ടിട്ടുണ്ട്, ഒമാനിലും കണ്ടിട്ടുണ്ട്. പാറകൾ മറ്റേ കമ്പിവേലി കൊണ്ട് കെട്ടിയിരിക്കുന്നത്. സത്യത്തിൽ അത് കെട്ടലല്ലോ, എനിക്കൊന്ന് ഭൂചലനത്തെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ടെക്നോളജി നമ്മൾ ജീവിക്കുന്ന GCC കൺട്രീസിലും യൂറോപ്പ് കൺട്രീസിലും നടക്കുമ്പോൾ ഇത്രയും മലനിരകളുള്ള നമ്മുടെ നാടുകൾ എന്താണ് ഈ ടെക്നോളജി അവലംബിക്കാത്തത്? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അതിൽ എനിക്ക് അറിവ് കുറവാണ് പൊതുവെ ഈ വിഷയങ്ങളിൽ. ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് അതിനെക്കുറിച്ചുള്ള വലിയ അറിവില്ല. പക്ഷേ ഇപ്പോൾ അത് സേഫ് സോണായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അവിടെ താമസം പാടില്ല എന്ന് വെച്ചിട്ട് അതിന് ടൂറിസം സാധ്യതകൾ കുറേ കൂടുതലാണ്. മൺസൂൺ ടൂറിസം, ആ ഏരിയയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഊട്ടിയിൽ പോകുമ്പോൾ കാശ്മീരിൽ പോയിട്ടുണ്ടെങ്കിൽ കാശ്മീരിൽ ഹെവൻ ഓൺ എർത്താണ്. കാശ്മീർ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും, പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വിചാരിക്കും പേടിച്ചു പോകും. നമ്മൾ ഇവിടെ നിങ്ങാനൊന്ന് താഴെ വീണ്, അവിടെ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നല്ലോ, അവിടെ അത്രയും വരും. പക്ഷേ അവിടെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ താഴ്വരകളിൽ ഈ പറഞ്ഞ പോലെ തിങ്ങിപ്പാർക്കുന്ന ആൾക്കാർ കുറവാണ്. അതൊരു വേറെ ഏരിയയിലാണ് താമസമൊക്കെ. പക്ഷേ എന്ന് വെച്ചിട്ട് ഈ ടൂറിസവും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കൂടി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കാലാകാലമായിട്ട് അങ്ങനെയാണ്. ഇതുപോലെ ഒരു വിപത്ത് വരാനായിരിക്കും കാത്തിരുന്നിട്ടുണ്ടാകും. ഇതിനു മുമ്പും ഇഷ്ടംപോലെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, ഇത്ര വലിയ വിപത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആൾക്കാരൊരിക്കലും ഇങ്ങനെ ഇത് പിന്നെ ഈ പറയുന്നതിലൊന്നും എനിക്കറിയില്ല എന്താണ് അതുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ഭൂമി എന്തായാലും നമ്മൾ പലതും നമ്മൾക്കറിയാം. നമ്മൾ മുന്നിൽ നോക്കുമ്പോൾ അറിയാം ഇത് എന്തായാലും ഇല്ലാണ്ടാവും. എന്നിട്ട് നമ്മൾ ഉണ്ടായിരിക്കുമോ? ഇല്ല. മനുഷ്യൻ്റെ ഒരു നേച്ചറല്ലേ, വന്നാൽ മാത്രമേ അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കിട്ടുമ്പോഴാണ് നമ്മൾ പഠിക്കാമെന്നുള്ളൊരു ഇതല്ലേ. അതെ. പിന്നെ ഇതൊന്നും ഈസി അല്ലല്ലോ. ഒരു റിഹാബിലിറ്റേഷൻ, ഒരു സമൂഹത്തെ ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് രാജ്യത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറയുന്നതൊന്നും ഒരു ഈസി പ്രോസസ്സ് അല്ലല്ലോ. ഇവിടെ പാറകൾ അല്ലെങ്കിൽ മലനിരകൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ തകർക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ഒന്ന് നമ്മളായിട്ട് തകർക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്തിൻ്റെയും ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്തിൻ്റെയും ഘടനയിലും അതിൻ്റെ പ്രോസസ്സിങ്ങിലും അതിൻ്റെ ഇതിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. ദുബായിൻ്റെ ഒരു കമ്പാരിസൺ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ വ്യത്യാസമുണ്ട്. ഇവിടെ ഉള്ളവരിൽ എത്ര ശതമാനം ഇവിടുത്തെ ആൾക്കാരുള്ളത്? ചെറിയ ശതമാനം. ബാക്കിയെല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരല്ലേ. അവിടെ എല്ലാം അവിടുത്തെ ആരല്ലേ.
എല്ലാത്തിനും അതിൻ്റേതായ ഇവിടെ ഒരു ട്രേഡിങ് സോണാണ്. ഇറ്റ്സ് എ സിറ്റി വെയർ ട്രേഡ്സ് ഈസ് ഹാപ്പനിങ്. അവിടെ ജീവിക്കുന്ന പച്ചയായ മനുഷ്യരാണുള്ളത്. ഇവിടെ പച്ചയായ മനുഷ്യരെ കാണാൻ പ്രയാസമല്ല. ഇവിടെ വന്നിരിക്കുന്ന ലേബർ ആണെങ്കിലും ഞാനാണ് നിങ്ങളാണ് എല്ലാം പുറത്തുനിന്ന് വന്ന ഒരു ദിവസം പോകുന്ന ആൾക്കാരാണ്. ഇവിടെയുള്ള നിങ്ങളൊരു അറബിയെ കണ്ടിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും? ഇത്രയും വലിയ അമേരിക്കയിലും UK യിലൊക്കെ എത്രയോ ആൾ മരിച്ചു വീണിട്ടുണ്ട്. എത്ര വലിയ ജപ്പാനിലടക്കമുള്ള സ്ഥലങ്ങളിൽ എത്രയോ കലാമിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. അതങ്ങനെ പോകുന്നുണ്ട്. സോ അത് ഇന്നത് കൊണ്ടാണ് എല്ലാവർക്കും അറിയാം ഇന്നത് സംഭവിക്കും എന്ന് വെച്ചിട്ട് അമേരിക്കയിലും UK യിലും ടെക്നോളജി ഇത്രയും ഇതായിട്ട് പോലും അവിടെ സംഭവിക്കുന്നില്ലേ? അതിനാരെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യം കലാമിറ്റിയെ നമുക്കൊരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ആർക്കും എപ്പോഴും സംഭവിക്കാത്തതുകൊണ്ടാണ് അതിന് കലാമിറ്റി, ദുരന്തം എന്ന് പറയുന്നത്. പക്ഷേ ടെക്നോളജി കൊണ്ട് കുറച്ചൊക്കെ അതിന് പിടിച്ചു നിർത്താൻ പറ്റുന്നത് പ്രയാസമാണ്. അത് ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. പ്രകൃതിയോട് കളിക്കാൻ നമുക്ക് വലിയ പ്രയാസമുണ്ട്. അത് അത്ര എളുപ്പമല്ല. പ്രകൃതിയുടെ വഴിക്ക് വിടാന്നുള്ളത് അതിനെ വിടുക എന്നുള്ളത് തന്നെയാണ്. അതിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധിഷണാശാലികളായ ഭരണകൂടം പലപ്പോഴും മുമ്പൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ പലതിലും ഇവിടെയൊക്കെ നമ്മൾ പറയാറുണ്ട് വെള്ളത്തിൽ മണ്ണിട്ടിട്ട് അവിടെയാണ് ഇപ്പം നമ്മൾ പാമ്പുണ്ടാക്കിയത്. അതെ, അതങ്ങനെ വരുന്ന ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റും അതെന്തിനാ അങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ. അതിലുണ്ടാവുന്ന ഗുണങ്ങളാണ് 99%. അതെ. അവിടെ ഇഷ്ടംപോലെ ആൾ ജീവിക്കുന്നുണ്ട്, ഒരുപാട് ആൾ ജോലി ചെയ്യുന്നുണ്ട്, അവർ നാട്ടിലുള്ള ആൾക്കാരോട് വന്നിട്ട് ജോലി കിട്ടുന്നത്. ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടാണ്. അപ്പം എല്ലാ കാലത്തും എല്ലാ ലോകത്തും എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ വരുമ്പോഴും ജീവനോപാധി ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടേ ഉണ്ടാക്കുകയുള്ളൂ. അതിലിങ്ങനെ വരുന്നത് ആപത്ത്, അത്യാപത്ത്, വിപത്ത് എന്ന് പറയും നമ്മൾ. അതിനുള്ള നെക്സ്റ്റ് റെമഡി കണ്ടെത്തുക. ഇറ്റ് ഹാപ്പൻസ്. അതിനാരെയും നമുക്ക് ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇതൊരു ടെക്നോളജി തന്നെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം മൈക്രോസോഫ്റ്റ് കോൾഡ് സ്ട്രൈക്ക് വെച്ചിട്ട് ബും എന്ന് പറഞ്ഞിട്ട് നിലച്ചു. 90 മില്യൺ കമ്പ്യൂട്ടറുകൾ ലോകത്ത് നിലച്ചു. സ്റ്റോപ്പായി, സ്റ്റാൻഡ് സ്റ്റിൽ. മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കാൻ നിൽക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ ഉടനെ എല്ലാവരും അതിലത്തേക്ക് തന്നെ വീണ്ടും വന്നു. കാരണം ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം കൂടെ നിന്ന് ഒന്നിച്ച് നിൽക്കുക. ലെറ്റ്സ് ഡു ഇറ്റ് ടുഗദർ. എന്തായാലും സംഭവിച്ചു. ലോകത്ത് എപ്പോഴും നമ്മൾ കേൾക്കേണ്ട ഒരു സാധനമാണ്. നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ മോട്ടിവേഷൻ്റെ കാര്യം. ഒരാളും കുറ്റപ്പെടുത്തപ്പെടാൻ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയാൽ ഞാൻ പറയും ഞാൻ മുഖത്തോക്കി പറയുന്നവനാണ്, ഞാനതൊന്നും മനസ്സിൽ വെക്കൂല, എൻ്റെ സ്വഭാവം. എന്ത് സ്വഭാവമാണ് നിങ്ങളത്? ഈ സ്വഭാവം ആർക്കാ വേണ്ടത്? നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ മുഖത്തോക്കി പറയുന്നവനാണെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾക്കറിയില്ല ഹൗ ടു ബിഹേവ് വിത്ത് അതേഴ്സ് എന്നുള്ളത്. മറ്റുള്ളവൻ്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കാനും അവൻ എങ്ങനെ ഇതിനെ പ്രതികരിക്കുന്നും എങ്ങനെ എന്നെ എടുക്കുമെന്നും മനസ്സിലാക്കിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ നല്ല കമ്മ്യൂണിക്കേറ്റർ. ഞാൻ വലിയ ബോസാണ്, എൻ്റെ സ്വഭാവം എനിക്ക് മാറ്റണം. അതുകൊണ്ട് എന്താ ഗുണമുള്ളത്? നിങ്ങൾക്ക് മറ്റുള്ളവന് കംഫർട്ട് ആവും. ശത്രുക്കളാണ്. അത് വലിയ ക്രെഡിറ്റാണോ ശത്രുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത്? അല്ല. എന്തിനങ്ങനെ ചെയ്യുന്നത്? മറ്റുള്ളവരെ കംഫർട്ടാക്കുമ്പോൾ എന്ത് ഭംഗിയാണ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ഒരാൾക്കൊരു അനാവശ്യമായിട്ട് ആക്ഷേപിച്ചിട്ട് അവനെ നിങ്ങൾ കുറ്റപ്പെടുത്തിയാൽ ഏതെങ്കിലും അവസരത്തിൽ നിങ്ങൾക്കൊരു പണി തരാണ്ടാവും പോവില്ല. ഒരു ചാൻസ് അവന് കിട്ടിയാലുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കൊരു പണിയാൻ തരും. മറിച്ചാണെങ്കിലോ സാരില്ല, കുഴപ്പമില്ല, അയാൾ അന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തതാണല്ലേ, നമുക്ക് കുഴപ്പമില്ല, അത് സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കും. ഇവിടെയാണ് നമ്മൾ ഗെയിൻ ചെയ്യേണ്ടത്. ആ ട്രസ്റ്റും ആ ഇഷ്ടവും ആ സ്നേഹവും ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ അടുത്ത് മടുപ്പ് വരില്ല. എന്ത് പറഞ്ഞാലാ നമുക്ക് മുന്നേറൊന്ന് വിളിച്ചു നോക്കാം എന്ന് തോന്നണം. നിങ്ങൾക്ക് സേതിനൊന്ന് നമുക്ക് വിളിച്ചു നോക്കാം എന്ന് തോന്നണം. ആ തോന്നൽ ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ജനങ്ങളുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പണമോ നിങ്ങളുടെ സ്റ്റൈലോ നിങ്ങൾ എടുത്തിരിക്കുന്ന 25 രൂപയുടെ കുപ്പായാണിത്. ബ്രാൻഡ് ഇട്ടത് എന്നെ വിൽക്കാനല്ല, ഞാൻ ഇടുന്നതാണ് ബ്രാൻഡ്. തീർച്ചയായും അതാണ്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഞാനൊരു 20 രൂപയുടെ കുപ്പായിട്ടിട്ട് വരും നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. ഇല്ല. നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണെന്നുള്ളൊരു ഇമേജ് നിങ്ങളുടെ മനസ്സിൽ. അത്രയേ ഉള്ളൂ ലൈഫ്. ഇതൊക്കെ അത്രേ ഉള്ളൂ. അവസാനം പറഞ്ഞ കാര്യങ്ങൾ വലിയ കാര്യമാണ്. നമ്മളുടെ നാവിനെ നിയന്ത്രിക്കാതെ നമ്മൾ മുന്നോട്ട് കൊടുക്കുന്ന ചൊറിച്ചിലൊക്കെ ആയിരിക്കും. അവർക്കത് എത്രമാത്രം ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കാര്യമില്ലല്ലോ. ഇപ്പം തീർച്ചയായും ഞാനും ഇവിടെ നിൽക്കുന്നവർ മോട്ടിവേറ്റ് ആയി കാണും, നിങ്ങൾക്കും മോട്ടിവേറ്റ് ആവാം. മുനീറുൽ വഫ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനപ്പുറം ഒരു മോട്ടിവേറ്ററാണ്. ഇനിയും നമുക്കിരിക്കണം. ഒരുപാട് നന്ദി. സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം the most beautiful thing which comes out of you is from your heart.